നമസ്തേ. ഇന്ന് നമുക്ക് വ്യാധഗീത കേൾക്കാം. ഭഗവത്ഗീത, അഷ്ടാവക്രഗീത, ഉദ്ധവഗീത ഇതൊക്കെ സാധാരണ പരിചയമുണ്ടാവും. ഇത് അത്ര പരിചയമുള്ളതാവില്ല. മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ മാർക്കണ്ഡേയ മഹർഷി ധർമ്മപുത്രർക്ക് ഉപദേശിക്കുന്നതാണ് ഈ ചരിത്രം. ഇതിൽ ധാരാളം തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കപിലോപദേശമൊക്കെ പോലെ. കൗശികൻ എന്നൊരു ബ്രാഹ്മണൻ വനത്തിൽ പോയി ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് തപസ് ചെയ്തു. തപസ്സിൽ നിന്ന് ഉണർന്ന സമയത്ത് ആ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു വെള്ളിൽ പക്ഷി കാഷ്ടിച്ചു. അത് അദ്ദേഹത്തിൻ്റെ തലയിൽ വീണു. അപ്പോൾ കൗശികന് ദേഷ്യം വന്നു. രൂക്ഷമായിട്ട് ആ പക്ഷിയെ നോക്കി. അപ്പോഴത് കരിഞ്ഞു വീണു. അപ്പോൾ കൗശികന് തോന്നി തനിക്ക് തപസ്സിദ്ധിയൊക്കെ കുറച്ച് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ പക്ഷിയുടെ ജീവഹാനിയിൽ ഒട്ടും സുഖം തോന്നിയില്ലാനും പിന്നീട് തപസ്സൊക്കെ നിർത്തി ഭിക്ഷാടനായിട്ട് കഴിഞ്ഞുകൂടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ ചെന്നു. ഭിക്ഷ ചോദിച്ചു. അപ്പോഴകത്തുനിന്നൊരു സ്ത്രീ ശബ്ദം, കുറച്ചു നേരം അവിടെ നിൽക്കൂ. അകത്തുള്ളതായ ബ്രാഹ്മണി ഗൃഹജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് വന്നു. പിന്നെ അവരെ ശുശ്രൂഷിക്കലായി. ഭക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഭിക്ഷയുമായിട്ട് പുറത്തു വന്നു. അപ്പോൾ കൗശികന് ദേഷ്യം വന്നു. കാരണം കുറച്ച് നേരം വൈകിയിരുന്നു. ഇങ്ങനെ ഒരു ബ്രാഹ്മണനെ ഭിക്ഷയ്ക്ക് വന്നിട്ട് കാത്തു നിർത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ച് ആ ബ്രാഹ്മണിയെ രൂക്ഷമായിട്ട് നോക്കി. അപ്പോൾ ആ ബ്രാഹ്മണി പറഞ്ഞു, ഞാൻ വെള്ളിലെ പക്ഷിയല്ല കരിഞ്ഞു വീഴാൻ. അത് കേട്ടപ്പോൾ കൗശികൻ അത്ഭുതമായി. കാരണം കാട്ടിൽ വെച്ചുണ്ടായ സംഭവം എങ്ങനെ ഇവരറിഞ്ഞു? തുടർന്ന് ബ്രാഹ്മണി പറഞ്ഞു, അങ്ങയെപ്പോലുള്ള ഒരാൾക്ക് കോപം നല്ലതല്ല. ഞാൻ സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ്. ഭർത്തൃശുശ്രൂഷ അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ കോപം എന്നെ ബാധിക്കില്ല. അങ്ങ് ആത്മതത്വം അറിയണം. ആ തത്വബോധം വ്യാധൻ ഉപദേശിക്കും. മിഥിലയിലേക്ക് പൊക്കോളൂ. ബ്രാഹ്മണിയുടെ വാക്ക് കേട്ട് കൗശികൻ മിഥിലയിലേക്ക് പുറപ്പെട്ടു. ഒരു സന്യാസിയൊക്കെ ആയിരിക്കും ഉപദേശിക്കുന്നതെന്ന് വിചാരിച്ചാണ് ചെന്നത്. പലരോടും അന്വേഷിച്ചപ്പോൾ ചിലർ ഒരു തെരുവ് കാണിച്ചു കൊടുത്തു. മഹാവൃത്തികെട്ടൊരു തെരുവ്. അവിടെ ചെന്നപ്പോൾ ഒരാൾ മാംസം വിൽക്കുന്നുണ്ട്. വെട്ടി പൊതിഞ്ഞു കെട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആളുകൾ വന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട്. പണം വാങ്ങിച്ച് പെട്ടിയിലിടുന്നുണ്ട്. ആ വ്യാധൻ്റെ അടുക്കെത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ബ്രാഹ്മണി പറഞ്ഞിട്ട് വന്നതാണല്ലേ, അവിടെ ഇരിക്കൂ. കൗശികന് വീണ്ടും അത്ഭുതമായി. എങ്ങനെയാണ് ഈ വ്യാധൻ ഇതൊക്കെ മനസ്സിലാക്കിയത്? തൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ വ്യാധൻ കൗശികനെയും കൂട്ടി ഗൃഹത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ആതിഥ്യമൊക്കെ ചെയ്തു. എന്നിട്ട് അകത്തേക്ക് പോയി. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനാണ്. അവരെ കുളിപ്പിക്കുക, വസ്ത്രം ധരിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വ്യാധൻ കൗശികൻ്റെ അടുക്കെത്തി. അപ്പോൾ കൗശികൻ ചോദിച്ചു, അങ്ങയെപ്പോലുള്ള ഒരാൾ ഇങ്ങനെയുള്ളൊരു തൊഴിൽ ചെയ്യുന്നത് ശരിയാണോ? ഈ മൃഗഹിംസയൊക്കെ വരുന്നത്? അപ്പോൾ വ്യാധൻ പറഞ്ഞു, ഞാനിത് എൻ്റെ ഇഷ്ടത്തിന് സ്വീകരിച്ചതല്ല. ഈശ്വര നിശ്ചയമാണ്. മുത്തച്ഛൻ, അച്ഛൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ തുടർന്നു വന്ന തൊഴിൽ ഞാൻ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ്, അതും ഈശ്വരാർപ്പണമായിട്ട്. അങ്ങനെ ചെയ്താൽ അതിൽ ദോഷമൊന്നും വരാനില്ല. ഗൃഹസ്ഥനായിട്ടുള്ള ഒരാൾക്ക് പലതരത്തിലും ഹിംസ ചെയ്യേണ്ടതായിട്ട് വരും. മരങ്ങളിലും വൃക്ഷങ്ങളിലും പഴങ്ങളിലുമൊക്കെ
പലതരത്തിലുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ എൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നുണ്ട്, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. അങ്ങനെപ്പോലുള്ള ഒരാൾക്ക് കോപം, അഹങ്കാരം ഒന്നും നല്ലതല്ല. ഇങ്ങനെ തുടങ്ങി അനവധി കാര്യങ്ങൾ വ്യാസൻ ഉപദേശിച്ചു. അതെല്ലാം കേട്ട് കൗശികൻ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് തൻ്റെ ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. കഥ പൂർണ്ണമായി. ചുരുക്കത്തിൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഗീതയിൽ നിന്ന് സ്വധർമ്മം അനുഷ്ഠിക്കുക, അത് ഈശ്വര സമർപ്പണമായിട്ട് ചെയ്യുക. അതെന്ത് തൊഴിലായാലും അതിൽ ഉയർന്നത് താഴ്ന്നത് അങ്ങനെയില്ല. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക, അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. പതിവ്രതകളുടെ ധർമ്മമാണ് ഭർത്തൃ ശുശ്രൂഷ. കോപം, അഹങ്കാരം ഇതൊന്നും നല്ലതല്ല. ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അതിൽ ചിലത് ഇവിടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർമ്മമാർഗം മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ പറ്റാവുന്നത്ര നമ്മൾ പിന്തുടരുക. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഗീത ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമസ്കാരം.